ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2025 മെയ് 14 ബുധനാഴ്ച രാത്രി 10:36 വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു. ശുക്രൻ്റെ ക്ഷേത്രവും ശത്രുക്ഷേത്രവുമായ ഇടവം രാശിയിൽ നിന്ന് വ്യാഴം മാറുന്നത് മറ്റൊരു ശത്രുക്ഷേത്രവും ബുധൻ്റെ ക്ഷേത്രവുമായ മിഥുനം രാശിയിലേക്കാണ്. ഒരു രാശിയിൽ ശരാശരി ഒരു വർഷക്കാലം സഞ്ചരിക്കുന്ന വ്യാഴം ശനിയും രാഹുകേതുക്കളും കഴിഞ്ഞാൽ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ്. 2025 മെയ് 14 മിഥുനം രാശിയിൽ പ്രവേശിക്കുന്ന വ്യാഴം 2025 ഒക്ടോബർ 19 ഉച്ചയ്ക്ക് 12:57 ചന്ദ്രൻ്റെ ക്ഷേത്രവും വ്യാഴത്തിൻ്റെ ഉച്ചരാശിയുമായ കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുന്നു. 2025 നവംബർ 11 വൈകുന്നേരം 6:31 വ്യാഴം അത്യുച്ചത്തിൽ എത്തുകയും പിന്നീട് പ്രതിലോമമായി സഞ്ചരിച്ച് 2025 ഡിസംബർ 4 രാത്രി 8:39 വീണ്ടും മിഥുനം രാശിയിൽ എത്തുകയും ചെയ്യുന്നു. അതായത് 2025 വ്യാഴം ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്കും അവിടെ നിന്ന് കർക്കിടകം രാശിയിലേക്കും തിരികെ മിഥുനം രാശിയിലേക്കും സംക്രമിക്കുന്നു. പ്രപഞ്ചശക്തികൾക്ക് ചൈതന്യം പകരുകയും വ്യക്തിജീവിതത്തെയും സമൂഹത്തെയും മാത്രമല്ല ലോകഗതിയെ തന്നെ സ്വാധീനിക്കുന്നതാണ് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം. വ്യക്തിജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകുവാൻ കഴിവുള്ള ഗ്രഹമാണ് വ്യാഴം. വ്യാഴം നൽകുന്ന ഫലങ്ങൾ ഗുണമായാലും ദോഷമായാലും കാലതാമസം കൂടാതെ പെട്ടെന്ന് തന്നെ ലഭിച്ചു തുടങ്ങും എന്നതാണ് ഈ ഗ്രഹത്തിൻ്റെ ഒരു പ്രത്യേകത. വ്യാഴത്തിൻ്റെ അനുകൂലാവസ്ഥയാണ് ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്നതും. ഒരു വ്യക്തി ജനിച്ച കൂറിൻ്റെ 2, 5, 7, 9, 11 എന്നീ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോഴാണ് കൂടുതൽ നല്ല അനുഭവങ്ങൾ ലഭിക്കുന്നത്. മറ്റു ഭാവങ്ങൾക്ക് ജാതകത്തിൽ പല ഗുണങ്ങളും ചെയ്യാനാകും, എന്നാൽ ചാരവശാൽ അത്ര ഗുണകരമല്ല. 4, 12 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഭാവിയിൽ പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പണം നിക്ഷേപിക്കാവുന്നതാണ്. വസ്തുവോ വീടോ വാങ്ങുന്നതിൽ തെറ്റില്ല. 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പുതിയ വീട് നിർമ്മിക്കുകയോ വീടിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുകയോ ആകാം. മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിന് തുലാം, ധനു, കുംഭം എന്നീ രാശികളിലേക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട്. ദേവഗുരുവും സർവേശ്വരകാരകനുമായ വ്യാഴത്തിൻ്റെ 2025 ഈ രാശിമാറ്റങ്ങൾ അത്തം, ചിത്തിര, ചോതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് അവരുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു, എന്തെല്ലാം അനുഭവങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 മെയ് 14 നടക്കുന്ന വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം പൂർണ്ണമായും കന്നിക്കൂറിൽ ഉൾപ്പെടുന്ന ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ആയിരിക്കും അനുഭവത്തിൽ വരുന്നത്. ഇവരുടെ സ്വതസിദ്ധമായ ഉണർവും ഉന്മേഷവും മന്ദഗതിയിൽ ആകുവാൻ കാരണങ്ങൾ വന്നുചേരും. ആകസ്മികമായ തടസ്സങ്ങൾ അനുഭവപ്പെടും. പ്രവർത്തന മേഖലയിൽ ഉന്മേഷക്കുറവ് ഉണ്ടാകും. അവിവാഹിതർക്ക് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ദീർഘദൂര യാത്രകളും വിദേശ യാത്രകളും അത്ര പ്രയോജനകരം ആയിരിക്കില്ല. എന്നാൽ ചെറു യാത്രകൾ വിചാരിച്ചതിനേക്കാൾ ഫലവത്താകും. ധനസ്ഥിതിയിൽ ഉയർച്ച പ്രതീക്ഷിക്കാൻ കഴിയില്ലെങ്കിലും അത്ര മോശമാകില്ല. കടക്കണിയിൽ നിന്നും മോചനം ലഭിക്കും. ചില പരിചയങ്ങൾ ഹൃദയബന്ധങ്ങളായി വളരും. വീട് പണിയിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് അത് പൂർത്തിയാക്കുവാൻ കഴിയും. പഴയ വാഹനമോ പഴയ വീടോ സ്വന്തമാക്കും.
പ്രൊഫഷണലുകൾക്ക് സ്വന്തം തൊഴിൽ മേഖലയിൽ കഴിവും കരുത്തും കാട്ടുവാൻ പറ്റുന്ന കാലമാണ്. രാഷ്ട്രീയക്കാർക്ക് തെരഞ്ഞെടുപ്പ് മോഹങ്ങൾ പൂർണ്ണമായും വിജയിച്ചേക്കില്ല. വലിയ ആരോഗ്യ പ്രശ്നങ്ങളെ ഭയപ്പെടേണ്ടതില്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾക്കും മനസ്സറിഞ്ഞ് ഉദാരമായ സംഭാവനകൾ ചെയ്യും. 2025 ഒക്ടോബർ 19 വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ അത്തന്നാളിൽ ജനിച്ചവർക്ക് കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഭാഗ്യനിർഭാഗ്യങ്ങൾ മാറിമറിയും. സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നാളുകളാണ് ഇവർക്ക്. സമൂഹ മധ്യത്തിൽ അന്തസ്സുയരും. തൊഴിൽപരമായ നേട്ടങ്ങൾ വന്നുചേരും. സാമ്പത്തിക രംഗം കരുത്താർജിക്കും. ദാമ്പത്യ ജീവിതം സന്തോഷകരമാകും. അവിവാഹിതർക്ക് വിവാഹം നടക്കും. സന്താനങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് സന്താനഭാഗ്യം ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനമാനങ്ങളും പ്രൊമോഷനും പുതിയ പദവികൾ വഹിക്കാൻ അവസരവും ഉണ്ടാകും. സർക്കാർ ആനുകൂല്യങ്ങൾ വേഗത്തിൽ ലഭിക്കും. വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടാനുള്ള അവസരമുണ്ടാകും. പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങും. രോഗമുക്തിയും ഗ്രഹസുഖവും ഐശ്വര്യവും അനുഭവപ്പെടും. തൊഴിൽ അന്വേഷകർക്ക് നല്ല ജോലി ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം നേടാനാകും. 2025 ഡിസംബർ 4 വ്യാഴം തിരികെ മിഥുനം രാശിയിൽ പ്രവേശിക്കുന്നതാണ്. ദോഷപരിഹാരമായി ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുക. ഗുരുതി പുഷ്പാഞ്ജലി, കുങ്കുമാർച്ചന എന്നിവ യഥാശക്തി നടത്തുക. ചിത്രനാളിൽ ജനിച്ചവർക്ക് ആദ്യ പകുതി കന്നിക്കൂറിലും രണ്ടാം പകുതി തുലാക്കൂറിലും ആയിട്ടുള്ള ഇവർക്ക് 2025 മെയ് 14 നടക്കുന്ന വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ആയിരിക്കും ലഭിക്കുന്നത്. 2 കൂറുകളിലായിട്ടുള്ള ഇവർക്ക് പൊതുവെ വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുന്നത്. ആദ്യ പകുതി നന്നായാൽ രണ്ടാം പകുതി മങ്ങുകയും രണ്ടാം പകുതി നന്നായാൽ ആദ്യ പകുതി മങ്ങുകയും ചെയ്യുന്ന അനുഭവങ്ങളായിരിക്കും ഇവർക്ക്. നല്ല അനുഭവങ്ങളോടൊപ്പം മനപ്രയാസമുണ്ടാകുന്ന ചില അവസരങ്ങൾ വന്നുചേരും. കൃഷിയിലും കച്ചവടത്തിലും തരക്കേടില്ലാത്ത നേട്ടമുണ്ടാകും. എന്നാൽ കമ്പനി ഉദ്യോഗസ്ഥർക്കോ സർക്കാർ മേഖലയിൽ ഉള്ളവർക്കോ അത്ര മെച്ചമായിരിക്കില്ല. പ്രൊമോഷൻ ലഭിച്ചാലും ഇഷ്ടമില്ലാത്ത പദവിയിലായിരിക്കും. സ്ഥലം മാറ്റം ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്കും ആയിരിക്കും. ജീവിത പങ്കാളിയുമായി ഇണങ്ങുവാനുള്ള സാഹചര്യം സംജാതമാകും. കുടുംബത്തിന് വേണ്ടി നല്ലത് ചെയ്യുവാൻ കഴിയും. അതിൽ കൃതാർത്ഥതയുണ്ടാകും. ചിട്ടിയിലും ഭാഗ്യക്കുറിയിലും നേട്ടങ്ങൾ ഉണ്ടാകും. ആഡംബരത്തിനു വേണ്ടി പണം ചെലവഴിക്കും. ദൂരദേശ യാത്രയ്ക്കും വിദേശ യാത്രയ്ക്കും അവസരമുണ്ടാകും. ഗവേഷണ രംഗത്തും കലാരംഗത്തും പ്രശസ്തി നേടാനാകും. ഗവേഷകർക്കും കലാകാരന്മാർക്കും പ്രശസ്തി നേടാനാകും. ചിത്തിര 2ാം പകുതിയിൽ ജനിച്ചവർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം 9ാം ഭാവത്തിലേക്കാണ്. 6ാം ഭാവത്തിലെ ശനിയുടെ സഞ്ചാരവും വളരെ ഗുണകരമാണ്. കാലവിളംബം മാറി കാര്യലാഭം ഭവിക്കും. സംരംഭങ്ങളിൽ നിന്നും നേട്ടങ്ങൾ വന്നെത്തും. സമൂഹ മധ്യത്തിൽ ആദരവും അംഗീകാരവും ലഭിക്കും. ലഘുപ്രയത്നം കൊണ്ട് വലുതായ നേട്ടങ്ങൾ ആർജിക്കുവാൻ കഴിയും. 2025 ഒക്ടോബർ 19 വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ കുശാഗ്ര ബുദ്ധിയോടെ തന്ത്രപൂർവ്വം പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. തൊഴിൽ രംഗത്ത് ഉണർവും മാറ്റവും ഉണ്ടാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. സാമ്പത്തിക ലാഭം ഉണ്ടാകും. ദീർഘകാലമായുള്ള പ്രാർത്ഥനയുടെ ഫലം ലഭിക്കും. ഉല്ലാസയാത്രയ്ക്ക് അവസരം ഉണ്ടാകുന്നതാണ്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായവും സഹകരണവും ലഭിക്കും. ബിസിനസ്സുകാർക്ക് ജാഗ്രതയും ക്രയവിക്രയങ്ങളിൽ ശ്രദ്ധയും വേണം. തൊഴിൽ തേടുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. തൊഴിൽ മേഖലയിലും സാമ്പത്തിക സ്ഥിതിയിലും പുരോഗതി ദൃശ്യമാകും. വീട്, കുടുംബം ഇവയിൽ നിന്നും അകന്നു നിൽക്കുവാനുള്ള സാഹചര്യവും കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായി പല മേഖലകളിൽ നിന്നും ധനം വന്നുചേരും. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. 2025 ഡിസംബർ 4 വ്യാഴം തിരികെ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. ദോഷപരിഹാരമായി ഉമാമഹേശ്വരന്മാരെ ഭജിക്കണം. ശിവക്ഷേത്രത്തിൽ ധാര, പിൻവിളക്ക് എന്നിവ നടത്തണം.
ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 മെയ് 14 നടക്കുന്ന വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം പൂർണ്ണമായും തുലാക്കൂറിൽ ഉൾപ്പെടുന്ന ഇവർക്ക് ഏറെ ഗുണപ്രദമാണ്. കഴിഞ്ഞ ഒരു വർഷമായി അനുഭവപ്പെട്ടിരുന്ന അഷ്ടമ വ്യാഴത്തിൻ്റെ പീഡകൾ ഇതോടെ തീരുന്നതാണ്. ക്ലേശങ്ങൾക്കും ദുരിതങ്ങൾക്കും താൽക്കാലികമായി എങ്കിലും ആശ്വാസം അനുഭവപ്പെടും. ദൈവാധീനവും ഭാഗ്യസിദ്ധിയും ഉണ്ടാകും. ഗുരുജനങ്ങളുടെയും പിതൃതുല്യരുടെയും അനുഗ്രഹം ലഭിക്കും. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ കഴിയും. ലഘു പ്രയത്നം കൊണ്ട് വലുതായ നേട്ടങ്ങൾ ആർജിക്കും. വിദ്യാഭ്യാസത്തിൽ മുന്നേറുവാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ജോലിക്കുള്ള നിയമനം ലഭിക്കും. വയോജനങ്ങൾക്ക് ഉറ്റവരിൽ നിന്നും സ്നേഹപരിലാളനകൾ വന്നുചേരും. രോഗികൾക്ക് ചികിത്സ ഫലപ്രദമാകും. പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ബന്ധുജനങ്ങൾ സഹായിക്കും. ദാമ്പത്യത്തിലെ അപശ്രുതികൾക്ക് പരിഹാരമാകും. സാമ്പത്തിക പരാധീനകൾ അകലും. ലോണോ ചിട്ടിയോ ഭാഗ്യക്കുറിയോ ലഭിക്കും. ശനി 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പല നേട്ടങ്ങളും സമ്മാനിക്കും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ പുഷ്ടിയുണ്ടാകും. കുടുംബസ്വത്തിൽ അർഹമായ വിഹിതം ലഭിക്കുന്നതാണ്. വിദേശത്തു നിന്നും മടങ്ങിയവർക്ക് നാട്ടിൽ കഴിവിനനുസരിച്ചുള്ള ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും. കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റത്തിനും സ്ഥാനക്കയറ്റത്തിനും യോഗമുണ്ട്. സമൂഹമധ്യത്തിൽ ആദരവും അംഗീകാരവും ലഭിക്കും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പുഷ്ടിപ്പെടും. കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും. ആരോഗ്യനില മെച്ചപ്പെടും. ശത്രുശല്യം കുറയുകയും കർമ്മരംഗം അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. 2025 ഒക്ടോബർ 19 വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഫലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. മനഃശക്തിയുള്ളവരും വ്യാപാര മനസ്സോടെ കാര്യങ്ങൾ നോക്കിക്കാണുന്നവരുമായ ഇവർക്ക് കർമ്മമേഖലയിൽ നിന്നും വ്യതിചലിക്കാതിരിക്കാൻ ജാഗ്രത വേണം. ഉദ്യോഗസ്ഥർക്ക് പ്രതീക്ഷിക്കുന്ന സ്ഥലമാറ്റവും സ്ഥാനക്കയറ്റവും ലഭിക്കും. വാദപ്രതിവാദങ്ങളിൽ നിന്നും കഴിയുന്നത്ര വിട്ടുനിൽക്കും. വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ വിഷമിക്കും. ശത്രുദോഷം കുറയും. വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും. ഗ്രഹലാഭത്തിനും വാഹനലാഭത്തിനും യോഗമുണ്ട്. വരുമാനത്തിൽ വർധനവ് ഉണ്ടാകും. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായവും സഹകരണവും വന്നുചേരും. 2025 ഡിസംബർ 4 വ്യാഴം തിരികെ മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നതാണ്. ദോഷപരിഹാരമായി ശാസ്താവിനെ ഭജിക്കുക. ശാസ്താവിന് എള്ളുനിവേദ്യം, നീരാജനം, അഗതികൾക്ക് അന്നദാനം എന്നിവ യഥാശക്തി ചെയ്യേണ്ടതാണ്. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യുക.